ടു ഫിനാലേക്ക് ബോണസ് പോയിന്റുകൾ ലഭിക്കുന്ന ഏഴാമത്തെ ടാസ്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഏഴാമത്തെ ടാസ്കിലും വിജയിച്ച് മുന്നേറിയിരിക്കുന്നത് നെസ്റ്റ് ടീമാണ്. നെസ്റ്റ് ടീമിൽ മത്സരിക്കാനായിട്ട് എത്തിയത് അഭിഷേകും ഋഷിയും ചേർന്നായിരുന്നു. അവിടെ 4 പേരുണ്ട് നെസ്റ്റ് ടീമിൽ എന്നറിയാലോ. പക്ഷേ 2 പേർക്ക് മത്സരിക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അവിടെ കട്ടകൾ പെറുക്കുക, റെഡും ബ്ലൂവും കട്ടകൾ പെറുക്കി ഒരേ സമയം ദ്വാരത്തിലൂടെ കൃത്യമായി ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടകൾ കൈമാറുക. അങ്ങനെ ജോഡികളായിട്ട് എത്ര കട്ടകൾ കൈമാറി എന്നുള്ളതായിരുന്നു അവിടുത്തെ മത്സരം എന്ന് പറയുന്നത്. അതിൽ ടണൽ ടീം അവിടെ ടോട്ടൽ 33 കട്ടകളാണ് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏകദേശം 38ഓളം ഉണ്ടായിരുന്നു. പക്ഷേ 5 കട്ടകൾ കൃത്യം സമയത്തല്ല അവർ കൈമാറിയത് എന്നുള്ളത് കൊണ്ട് അത് എടുത്തു മാറ്റാനായിട്ട് പറയായിരുന്നു. അർജുനാണ് അവരെ നോക്കിക്കൊണ്ടിരുന്നത്. 6 കട്ടകളോളം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് ഞാൻ അവർക്ക് സ്പേസ് കൊടുത്തിരുന്നു. അങ്ങനെ ബാക്കി 5 എണ്ണം മാറ്റണമെന്ന് പറയായിരുന്നു. അതുകൊണ്ട് 5 എണ്ണം എടുത്തു മാറ്റേണ്ടി വന്നു. അതുപോലെ തന്നെ ഡെൻ ടീമിന് 36 കട്ടകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 4 എണ്ണത്തോളം എടുത്തു മാറ്റിയിരുന്നു. അല്ലെങ്കിൽ 40 എണ്ണം ഉണ്ടാവുമായിരുന്നു. 4 എണ്ണം എടുത്തു മാറ്റിയതിന് ശേഷം 6 കട്ടകളാണ് അവർ ഒരേ സമയം കൈമാറിയത്. പക്ഷെ നെക്സ്റ്റ് ടീം 45 എണ്ണത്തോളം കൈമാറിയിരുന്നു. അതിൽ ഒരെണ്ണം കൃത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു മാറ്റാനായിട്ട് പറഞ്ഞു. അങ്ങനെ 44 കട്ടകളാണ് ഒരേ സമയം കൈമാറിയത്. പക്ഷെ പീപ്പിൾസ് ടീം വളരെ നന്നായി തന്നെ ചെയ്തിരുന്നു. ഒന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷെ 32 കട്ടകളാണ് അവർ മാറിയിരുന്നത്. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോയിന്റ് അവർക്ക് 3rd പ്ലേസ് അവർക്ക് ഓരോ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമായിരുന്നു. ഒരെണ്ണത്തിന്റെ കുറവിൽ അവിടെ പീപ്പിൾസ് ടീമിന് പോയിന്റുകളൊന്നും ലഭിച്ചില്ല. നെസ്റ്റിന് 3 പോയിന്റും ഡെന്നിന് 2 പോയിന്റും ടണൽ ടീമിന് 1 പോയിന്റുമാണ് ഉള്ളത്. ഇപ്പൊ നെസ്റ്റ് ടീം 16 പോയിന്റുകളുമായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. സെക്കൻഡ് നിൽക്കുന്നത് ടണൽ ടീം ആയിരിക്കണം. ടണൽ ടീമിന് ഏകദേശം 13 പോയിന്റ് ആയിരിക്കണം ഉണ്ടാവുന്നത്. ഡെൻ ടീമിന് 12 പോയിന്റ് ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റിൽ ഇപ്പോഴും നെസ്റ്റ് ടീമാണ് നിൽക്കുന്നത്. മത്സരങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇനിയും മത്സരങ്ങൾ ബാക്കി ഉണ്ട് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്.